പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും മഹത്തരവും എന്നാൽ അത്രമേൽ ഉത്തരവാദിത്വമുള്ളതുമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക അഥവാ ദഅവത്ത് എന്നത് ആരുടെ ചുമതലയാണ് എന്ന ചോദ്യത്തിന് അത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഉത്തരം. ചരിത്രത്തിൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു അയച്ച ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ പ്രധാന ദൗത്യം ഇതായിരുന്നു. എന്നാൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ പ്രവാചകത്വത്തിൻ്റെ വാതിൽ അടക്കപ്പെട്ടു. അതിനുശേഷം ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പദവിയും ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടത് നമ്മെപ്പോലെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളടങ്ങുന്ന ഈ ഉമ്മത്തിലാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നോക്കൂ, മനുഷ്യർക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക. സൂറത്ത് ആലു ഇമ്രാൻ 110 ആയത്ത്. ഉത്തമ സമുദായം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന ഈ ദൗത്യം നിർവഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ പണ്ഡിതന്മാരുടെയോ സമ്പന്നരുടെയോ മാത്രം കുത്തകയല്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് കേൾക്കുമ്പോൾ വലിയ പദവികളിൽ കയറി പ്രസംഗിക്കുകയോ കനപ്പെട്ട പുസ്തകങ്ങൾ എഴുതുകയോ ചെയ്യാൻ മാത്രമാണ് അതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വചനമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്കറിയാവുന്ന ചെറിയൊരു നന്മ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നത് ദഅവത്താണ്. നമ്മുടെ വഴിയിലൂടെ പോകുന്ന ഒരാളോട് പുഞ്ചിരിക്കുന്നത്, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത്, അയൽക്കാരനോട് കാരുണ്യം കാണിക്കുന്നത്, ബിസിനസ്സിൽ സത്യസന്ധത പുലർത്തുന്നത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. വാക്കുകളേക്കാൾ വേഗത്തിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുക നമ്മുടെ സൽസ്വഭാവങ്ങളാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾ നേർവഴിയിലായാൽ അത് ഈ ദുനിയാവിലെ എല്ലാ സമ്പാദ്യങ്ങളെക്കാളും പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിവുള്ളവർ അവരുടെ അറിവ് കൊണ്ടും സമ്പത്തുള്ളവർ അവരുടെ സമ്പത്ത് കൊണ്ടും സാധാരണക്കാർ അവരുടെ സൽസ്വഭാവം കൊണ്ടും ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട്. സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നമ്മുടെ ഈ സന്ദേശം ലോകത്തിന് കൈമാറാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.